കരുണ ചോദിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ വന്നവരെ ദൈവം തള്ളിക്കളയുകയല്ല, അവരെ സ്വീകരിക്കുകയാണ്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ഹോശേയ പ്രവചനം 14 അധ്യായമാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഈ അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ മടങ്ങിവരവിനെ പറ്റിയാണ് പറയുന്നത്. എക്കാലത്തും ദൈവത്തിൻ്റെ ഏറെ താല്പര്യം ദൂരത്ത് നിൽക്കുക എന്നുള്ളതല്ല, ദൈവ ഇഷ്ടങ്ങളിലേക്കും ദൈവബോധ്യങ്ങളിലേക്കും തൻ്റെ മക്കൾ അടുത്ത് നിൽക്കണമെന്നാണ് ദൈവത്തിൻ്റെ എക്കാലത്തെയും ഇഷ്ടമെന്ന് പറയും. ഇസ്രായേൽ ജനം എപ്പോഴും തെറ്റിപ്പോകുന്നവരാണ്. എന്തെല്ലാം അത്ഭുതങ്ങൾ അവർ കണ്ടു, അവരുടെ ജീവിതത്തിൽ ദൈവം എന്തെല്ലാം ഉപകാരങ്ങൾ ചെയ്തു. പക്ഷെ അവിശ്വസ്തനായ ദൈവത്തെ അവർക്ക് സ്ഥിരതയോടെ ദൈവത്തെ ആരാധിക്കാനോ പിന്തുടരുവാനോ കഴിയാത്ത ഒരു അസ്ഥിരത ബന്ധം, സ്ഥിരതയില്ലായ്മ അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ ഹോശേയ പ്രവാചകൻ ഇവിടെ പറയുന്നു, ഇസ്രായേലേ നിങ്ങൾ മടങ്ങി വരിക. അവർ മടങ്ങി വരികയാണ്. അപ്പോൾ അവർ മടങ്ങി വരുമ്പോൾ വളരെ യഥാസ്ഥാനപ്പെട്ട് തെറ്റുകളൊക്കെ ബോധ്യമായി അവർ കരുണയോടെ അനുതാപ വാക്യങ്ങളൊക്കെ ഏറ്റുപറയുകയാണ്. ഓരോ ഇസ്രായേലിനും കൂട്ടത്തോടാ വരുന്നെങ്കിലും അവരാളാം പ്രതി അവരവരുടെ പോരായ്മകൾ, ദൈവത്തിന് അവരോട് അനിഷ്ടം തോന്നിയ അവരുടെ അധാർമികതകൾ കൂട്ടമായോ വ്യക്തിപരമായിട്ടൊക്കെ അവരേറ്റേറ്റ് അനുതാപ വാക്യങ്ങളോടുകൂടെ അവർ ദൈവത്തിൻ്റെ കരുണയിലേക്ക് വരികയാണ്. അപ്പം ആ അനുതാപ വാക്യങ്ങളോടെ കൃപ ചോദിച്ചുകൊണ്ട്, കരുണ ചോദിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ വന്നവരെ ദൈവം തള്ളിക്കളയുകയല്ല, അവരെ സ്വീകരിക്കുകയാണ്. എക്കാലത്തും ദൈവത്തിൻ്റെ ഒരു സ്വീകരണം, ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ പുതുക്കിക്കൊണ്ടേയിരിക്കണം. സാന്നിധ്യങ്ങൾ പുതുക്കിക്കൊണ്ടേയിരിക്കുക, ദൈവസ്നേഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കുക. കുറയുക എന്നുള്ളത് അല്ല, നിറയുക എന്നുള്ളതാണ്. ഏത് കാര്യം, ആത്മീയ കാര്യങ്ങളിൽ നിറയുക, ലോകകാര്യങ്ങളിൽ ജഡകാര്യങ്ങളിൽ കുറയുക, അത് ദൈവത്തിന് ഭയങ്കര നമ്മുടെ താല്പര്യം ജനിപ്പിക്കുന്നൊരു കാര്യമാണ്. ആത്മാവിൽ നിറയുക, ആരാധനയിൽ നിറയുക, വിശ്വാസത്തിൽ നിറയുക, കരുണയിൽ സൽപ്രവൃത്തിയിൽ മുതിർന്നു വരിക, നിറഞ്ഞു വരിക എന്നുള്ളത് ദൈവത്തിന് നമ്മളോട് വലിയ താല്പര്യമുള്ള കാര്യമാണ്. ഇവിടെയും ജനം മടങ്ങി വരികയാണ്. അവർ പറയും അനുതാപവാക്യങ്ങളിൽ അവർ പറഞ്ഞ 1-2 വാചകങ്ങളുണ്ട്, എന്നെ ഒത്തിരി ശ്രദ്ധിച്ച കാര്യങ്ങൾ. 1, ഞങ്ങൾ ഇനി അശൂരിനെ ആശ്രയിക്കുകയില്ല. 2, ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ജഡത്തെ കാണിക്കുന്ന, ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി മറ്റുള്ളൊരു ദൈവത്തെ തേടി ഞങ്ങൾ പോകില്ല. 3-ാമത്തെ കാര്യം, ഞങ്ങൾ ഇനി ഞങ്ങളുടെ കൈകൊണ്ട് കൈവേലയിലൂടെ മറ്റൊരു വിഗ്രഹത്തെ ഉണ്ടാക്കി ഇതാകുന്നു ഞങ്ങളുടെ ദൈവം എന്ന് പറയില്ല. അപ്പോൾ അവർ ഒരു പുതിയ തീരുമാനത്തിലേക്ക് വരികയാണ്, ഒരു പുതിയ സമർപ്പണത്തിലേക്ക് വരികയാണ്. പ്രിയമുള്ളവർ, എക്കാലത്തും വ്യക്തിപരമായി സഭാപരമായി ഒരു ആത്മീയതയുടെ ഒരു നല്ല ലക്ഷണമെന്ന് പറയുന്നത് നമ്മളിങ്ങനെ ദൈവത്തോട് പറഞ്ഞ് തിരുത്തി നമ്മൾ ഇങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ഒരു നല്ല ആത്മീയ ലക്ഷണമെന്ന് പറയുന്നത്. അത് ദൈവത്തിന് ഭയങ്കര ബോധ്യമാണ്. അപ്പോൾ ദൈവത്തോട് അങ്ങനെ അനുതാപവാക്യങ്ങളോട് അടുത്ത് വന്നവരോട് ദൈവം ഇടപെടുകയാണ്. ഞാൻ നിങ്ങളെ ഔദാര്യമായിട്ട് സ്നേഹിക്കും, ഞാൻ നിങ്ങളുടെ പിന്മാറ്റത്തെ ചികിത്സിക്കും, ഞാൻ ഇസ്രായേലിന് മഞ്ഞ് പോലെ ആയിരിക്കും, നിങ്ങളുടെ കൊമ്പുകളൊക്കെ പടരും, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതുമയെ ഞാൻ കൊണ്ടുവരും. അപ്പോൾ ഇതിനെല്ലാം കാരണക്കാരാക്കിയത്, അല്ല ഇവരെ ഈ ദൈവിക അനുഗ്രഹങ്ങൾക്ക് ഇവരെ യോഗ്യന്മാരാക്കിയത് ഒരു ഔദാര്യ സ്നേഹത്തിന്. ഇസ്രായേലിന് ദൈവം മഞ്ഞുപോലെ ആകുമത്, ലബാനോന്റെ വാസന പോലെ ആകുമത്, ഇവരെ കൊമ്പുകൾ ഇങ്ങനെ പടർന്നു തുടങ്ങുന്നത്, എല്ലാറ്റിനും ഇവരെ കാരണക്കാരാക്കിയത്, യോഗ്യന്മാരാക്കിയത് അനുതാപ വാക്യങ്ങളോടുകൂടെ ദൈവത്തിലേക്ക് തിരിഞ്ഞത് തന്നെയാണ്. പ്രിയമുള്ളവരെ, നമുക്കും അങ്ങനെ ഒരു ബോധ്യമുണ്ടാകട്ടെ. ഓരോ പ്രവചനങ്ങളും ഓരോ വാക്യങ്ങളും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് നമുക്ക് തരുന്ന വളരെ ശാന്തമായ ഉപദേശങ്ങളാണ്.
ആ ഉപദേശത്തിൽ ഒരു ഉപദേശമാണ് അനുതാപ വാക്യങ്ങളോടുകൂടെ തിരുവിഷ്ടം നിവർത്തിക്കുവാൻ മടങ്ങി വരിക എന്നുള്ളത്. അങ്ങനെ ഹോശേയ പ്രവചനത്തിൻ്റെ ഈ വാക്യങ്ങൾ നമുക്കും ദൈവത്തോട് ഏറെ അടുത്ത് നിൽക്കുവാൻ, അവിടുത്തെ ഇഷ്ടങ്ങൾ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ നമുക്കും ഒരു പ്രേരക ഘടകമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.